ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും വൃത്തികെട്ടവനും ആലിമ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും മോശമായവനും ആലിമ തന്നെയാ, ഏറ്റവും മോശമായവനും ആലിമ തന്നെയാ. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അള്ളാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ നേരം വെളുത്തു കഴിഞ്ഞാൽ മൊത്തം മൊബൈൽ എടുത്തുകൊണ്ടിരിക്കുക, ദിക്ർ, ക്ലാസ്, സ്വലാത്ത്, വേറെ പണിയൊന്നും ഇല്ല എനിക്കൊന്നും. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണം എല്ലാം കളിയാന്ന്? ഈ ദിക്റും സ്വലാത്തൊക്കെ ഓരോന്നിനും ഓരോ സ്ഥാനവും മഹത്വം ഉണ്ട്. ഇന്ന് പബ്ലിസിറ്റിയുടെ കാലവാ. ഇന്ന് അവിടെ ഒരു തങ്ങളുണ്ട് കേട്ടോ, അവിടെ ഒരു ഉസ്താദ് ഉണ്ട് കേട്ടോ, ചുട്ട കോഴിയെ പറപ്പിക്കും, ആളെ നിർത്തിയിരിക്കുക പറഞ്ഞു വരുത്താൻ. നിങ്ങളിങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുക, അവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ വേണ്ടി ആള് ഓൺലൈനിൽ കാടി താടിയും തഴമ്പും ഉണ്ടെങ്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പടച്ചവൻ ആരിരുന്നാലും നിങ്ങൾ കൂടെ ഇരിക്കും. അങ്ങനെ ആയിപ്പോയി നിങ്ങളുടെ അവസ്ഥ. ലൈവാണോടാ റാഫി? അൺലിസ്റ്റ് അല്ലേ? കുഴപ്പമില്ല, ക്ലിപ്പ് ഇറങ്ങുന്ന എവിടാന്ന് അറിയില്ല. നാളെ എന്റെ തന്തയ്ക്കും വിളിക്കും. കാരണം ഞാൻ ഉള്ളത് പറയും. അള്ളാഹുദ്ദീൻ പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇരിക്കും. എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ ദിക്റും ദുആ എന്തോ പുണ്യകർമ്മം ചെയ്യണ പോലെ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും ഓരോ സ്ഥാനവും ഓരോ കാര്യങ്ങളുണ്ട്. പെങ്ങളെ ചുമ്മാതെ ചെയ്യാനുള്ള കാര്യമല്ല. നീ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാ ഇപ്പൊ നിങ്ങളൊക്കെ തലയിലും തുണിയിട്ട് ഫർദായി വിട്ട് അദബും മര്യാദയോടുകൂടി ഈ മജ്ലിസിൽ ഇരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ ഇരിക്കണത് എന്താണ്? ഈ ഇരിക്കുന്ന ഇൽമിന്റെ മജ്ലിസ. ഇവിടെ ആരും നിലവിളിക്കുന്നില്ല, ബഹളം വെക്കുന്നില്ല. തലേ തുണിയുണ്ട്, ഫർദയുണ്ട്, അദബുണ്ട്, മര്യാദയുണ്ട്. എന്നാൽ നിങ്ങൾ നാളെ രാവിലെ വീട്ടിൽ പോയി നോക്കിക്കേ, അടുക്കളയിൽ ചെമ്പിന്റെ സൈഡിൽ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഇത് തെക്കും വടക്കും നടക്കും, തലയിലുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീടിന്റെ സൈഡിൽ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ തെക്കു വടക്ക് നടക്കാം. അതിനിടെ എന്തെല്ലാം പണി ചെയ്യും. ഇതൊരു ഒരു മജ്ലിസ് എന്ന് പറയും. അതിനൊരു സ്ഥാനമുണ്ട് പെങ്ങളെ. എന്തിനുണ്ടല്ലോ, നീ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്ക്. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നിട്ട് നീ ചെയ്യ, അതൊക്കെ നല്ല കാര്യം. അതിനപ്പുറം നീ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്താണോ ഒന്നോ പടച്ചോനെ, പണ്ട് ഒരു ചരട് ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുക്ക വരും. അങ്ങനല്ലേ? ഒരു ചരട് ഓണെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോവില്ലേപ്പാ? നിങ്ങൾ എന്തോ പോവില്ലേ? ഉസ്താദ് ഇത്തിരി വെള്ളം ഓതിത്താന്ന് പറഞ്ഞ് പോവില്ലേ? ഇപ്പൊ ആരെങ്കിലും പോകുന്നുണ്ടോ? എന്റെ വീടിന്റെ പരിസരത്ത് ഞാനൊരു വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ പോയി. അവിടെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വരുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, എടി എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും തിന്നുന്നില്ലെന്ന്. അല്ല, 2 ദിവസമായിട്ട് എന്റെ ആടൊന്നും കഴിക്കുന്നില്ലെന്ന്. ഉടനെ മോളെ ആ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. പെണ്ണകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നു. എന്നാ ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി പറഞ്ഞങ്ങ് വിട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നീട് ചോദിച്ചു, ആ വെള്ളം ഏതാന്ന്? ആ എടുത്തു കൊടുത്ത വെള്ളം ഏതാന്ന് ചോദിച്ചപ്പോ അത് രാവിലെ ഏതോ ഓൺലൈനിൽ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതോ ഓൺലൈനിലൂടെ കേട്ടിട്ട് ഓതി വെച്ച വെള്ളം. എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ? എന്തിനാ നീ ഉസ്താദന്മാരുടെ ഒക്കെ പുറകെ പോകുന്നത്? എന്തിനാ? നിനക്ക് തന്നെ ഒരു ആയത്തെ കുറിച്ച് ഓതിയാ പോരെ? എന്തിനാ ഈ വേറെ ഓതാൻ നടക്കുന്നത്? ഈ മൊബൈലിലൂടെ ഒക്കെ നോക്കിയിട്ട് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയാ പോരെ? അതിനേക്കാളും വലിയ മരുന്നൊന്നും ഇല്ലല്ലോ. ഫാത്തിഹ ഓതിയാ പോരെ? ഒരു ആയത്തുൽ കുർസി ഓതിയാ പോരെ? നീ എന്തിനാ ഈ ഷോ കാണിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്ന കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ പബ്ലിസിറ്റിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് പോകേ ചെയ്യരുത്. അള്ളാന്റെ ഔലിയാക്കന്മാരാരെന്നറിയോ? മഹാന്മാരാരെന്നറിയോ? അവരുടെ കറാമത്തുകൾ മറ്റുള്ളവർ അറിയുന്നത് അവർ ആഗ്രഹിക്കില്ല. ഇത് പരസ്യം കൊടുക്കാൻ നിൽക്കിയ ആള്. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാരായ ആലിമി, അവരുടെ കറാമത്തുകൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ കറാമത്തും മറ്റുള്ളവർ അറിയുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനൊരു ചരിത്രം പറയാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ മഴയില്ല, വല്ലാത്ത ക്ഷാമം. മഴയില്ലാതെ വല്ലാതെ ക്ഷാമമായപ്പോ മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ പെയ്തില്ല. അന്ന് രാത്രി ഒരാള് പള്ളിക്കകത്ത് കിടക്കുകയാ. ഒരാള് പള്ളിക്കകത്ത് കിടക്കുന്ന സമയം മുടിയൊക്കെ ജടപിടിച്ച കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു കുള്ളനായ മനുഷ്യൻ, കറുത്ത ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നു. നേരെ വന്നിട്ട് 1ാമത്തെ സഫിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഇബാദത്തെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കി, പടച്ചോൻ, ഒരാള് പള്ളിക്കകത്ത് കിടക്കുന്നുണ്ട്, ഓൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു മിണ്ടാതിരുന്നു. അവസാനം ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ അനക്കൊന്നുമില്ല, മിണ്ടാതെ കിടക്കുന്നു. അപ്പൊ ഉറങ്ങി എന്നുള്ള ധാരണയിൽ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഈ കൈ താഴ്ത്തിയിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം. അള്ളാഹിനോട് പറയാ, പടച്ചവനെ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദുആ ചെയ്തിട്ട് എഴുന്നേക്കുന്നതിന് മുമ്പ് നീ മഴ തരണം.
ഈ കിടക്കണ ചങ്ങാതി ചിരിക്ക, ഇവൻ ആരാടാ? ഇന്ന് നേരം വെളുത്തപ്പോ ഈ നാട് മുഴുവനും അള്ളാന്റെ മുമ്പിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. ഇവൻ ആരടാ? ഒരൊറ്റ ഇരുത്തിട്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഴ വേണമെന്ന് അള്ളാനെ കൽപ്പിക്കുന്ന ഇവൻ ആരാ? ചിരി വന്നു എനിക്ക്. അദ്ദേഹം പറയാ, എനിക്ക് ചിരി വന്നു, മിണ്ടാതെ കിടന്നു. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ദുആ ചെയ്തിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ മഴ പെയ്തു. അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പേ മഴ പെയ്തു, ചോദിച്ചതുപോലെ മഴ പെയ്തു. ഉടനെ എഴുന്നേറ്റു, നിസ്കാരം തുടങ്ങി. സുബഹി വരെ ഇബാദത്ത്. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ പുറകിൽ ഇങ്ങനെ പോയി. നടന്ന് അവസാനം വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ചങ്ങാതി നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ആരാ? നിങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് മഴ പെയ്തത്. ഞാൻ കേട്ടു, ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾ ദുആ ചെയ്തപ്പോഴാണ് മഴ പെയ്തത്. നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല. ആരാ? മണ്ണ് കല്ലു വാരിയിട്ട് എറിഞ്ഞു. പോടാന്ന് പറഞ്ഞു. പോടാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു. നീ പൊക്കോ, ഞാനൊന്നും വല്ലടാ എന്ന് പറഞ്ഞു. കല്ലു പറക്കി എറിഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കയറി വാതിലടച്ചു. 3 ദിവസം പള്ളിയിൽ കാണാതെ വന്നപ്പോ ഈ മനുഷ്യൻ തികഞ്ഞന്വേഷിച്ചു പോയി. പള്ളിയിൽ കാണാതെ വന്നപ്പോ അന്വേഷിച്ചു പോയപ്പോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അയൽവാസിയോട് ചോദിച്ചു, ഇദ്ദേഹം എന്തേന്ന്? നിങ്ങൾ അന്ന് വന്നതിന് ശേഷം ആ മനുഷ്യൻ ഈ നാട് തന്നെ വിട്ടുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഔലിയാക്കന്മാർ, ഇതാണ് മഹാന്മാർ. അവരുടെ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നടക്കലല്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൽ അവർ ആഗ്രഹിക്കുന്നില്ല. മരണത്തിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, മരണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അവരെ എത്രത്തോളം മറച്ചു വെക്കാൻ കഴിയുമോ അത്രത്തോളം മറച്ചു വെക്കാൻ കഴിയും. അവരങ്ങനെ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ആദർശം, അള്ളാഹുവിന്റെ ദീൻ അവിടെയും ഇവിടെയും പോയി വീഴാൻ പാടില്ല. കേൾക്കുമ്പോ ചിലപ്പോ നല്ലതായി തോന്നാം, പറയുന്ന നല്ലതായി തോന്നാം, പക്ഷെ അതിനകത്ത് പലതും അവർ കൂട്ടിക്കലർത്തും. നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ആദർശം മുറുകെ പിടിച്ചു ജീവിക്കണം. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നമ്മളെ മക്കളെ കഴിവിന്റെ പരമാവധി സുന്നിയായി തന്നെ വളർത്തി. പക്ഷെ സൗദിയിൽ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവനിപ്പോ തറാവീഹ് 8 ആയി പോയി ഉസ്താദെ. അല്ലെങ്കിൽ പടച്ചവനെ മഹാന്മാരും മൗലിദും റാത്തീബും എല്ലാം അവനിന്ന് തെളിവുകൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. തന്റെ മക്കൾ കാരണം വല്ലാതെ സങ്കടപ്പെടുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, വാപ്പാ നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞിട്ട്, പെങ്ങളെ നീ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് മക്കളാകണമെന്നില്ല പെങ്ങള്. അതിനൊരു ഞാനൊരു തെളിവ് പറഞ്ഞു തരാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ തന്റെ പൊന്നാര അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി കപ്പലിന്റെ അകത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് തന്റെ പൊന്നാര മകൻ, സ്വന്തം മകന് പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാടാ. ഇത് സാധാരണ മഴയും വെള്ളപ്പൊക്കവുമല്ല, ഇത് പടച്ച റബ്ബിന്റെ അദാബ് ഇറങ്ങിയിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഉപ്പ പറയുന്നതനുസരിക്കൂ. ഉപ്പാട പൊന്നുമകൻ ഉപ്പാട കൂടെ കപ്പലിന്റെ അകത്ത് കയറൂ. ഉപ്പാന്റെ ആദർശം മുറുകെ പിടിക്കണ. തന്റെ പൊന്നാര മകനോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് പറഞ്ഞപ്പോ ആ തലതിരിഞ്ഞ മകൻ പറഞ്ഞു, വാപ്പാടെ പണി നോക്കിക്കോ. വെള്ളപ്പൊക്കമുണ്ടായാൽ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. വാപ്പാടെ കാര്യം നോക്കിക്കോ. അല്ലാഹുവേ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകൻ അവിടെ നിന്ന് പറയുന്ന ചരിത്രം ഖുർആൻ പറയുകയാ. അവസാനം തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ കിടന്നു മുങ്ങിച്ചാകുമ്പോ, തന്റെ പൊന്നാര മകന് വെള്ളത്തിൽ കിടന്നു മുങ്ങിച്ചാകുമ്പോ ഒരു പിതാവാണല്ലോ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹ്
നീ പറഞ്ഞല്ലോ പടച്ചവര് എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരാമെന്ന് നീ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ പടച്ചവര്. ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുന്നത് എന്റെ അഹില അല്ലാ, എന്റെ കുടുംബമാ അല്ലാ, എന്റെ മോനാ അല്ലാ, വേറെ ആരുമല്ല പടച്ചവര്. ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്നത് എന്റെ പൊന്നുമോനാണ് പടച്ചവര്. സംരക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ തമ്പുരാന്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി പഠിക്കണേ പെങ്ങള്. തലതിരിഞ്ഞു പോയ മക്കള് നല്ല നിലയിൽ വളർത്തികെട്ടും പടച്ചവനെ. ഇന്ന് തലതിരിഞ്ഞു പോയ മക്കള് കാരണം സങ്കടപ്പെടുന്ന ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? അവൻ എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ. നീ സുന്നിയായി ജീവിക്കൂ ഉമ്മമാര്, സുന്നിയായി ജീവിക്കൂ പെങ്ങന്മാര്. ഭർത്താവ് വേറൊരു ആദർശമാണെന്ന് പറഞ്ഞു നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. എന്റെ പെങ്ങളോട് പറയുന്ന ഉറച്ചു നിൽക്കണം പെങ്ങള്, ഉറച്ചു നിൽക്കണം പെങ്ങള്. അവന് വേണമെങ്കിൽ അവൻ വിശ്വസിക്കട്ടെ. നീ സുന്നിയായി തന്നെ ജീവിക്ക്, നീ മൗലിദ് പാരായണം ചെയ്യ്, നീ മഹാന്മാരെ സിയാറത്ത് ചെയ്യ്, മഹാന്മാരെ സ്നേഹിക്കൂ പെങ്ങളെ. നീ യഥാർത്ഥ നിന്റെ പാതയിലൂടെ പരമ്പരകൾ കൈമാറി വന്ന ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കു പെങ്ങള്. മക്കളെ തലതിരിഞ്ഞെന്ന് പറഞ്ഞു സങ്കടപ്പെടണ്ട. അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? നൂഹ് നബി അല്ലാഹുവിനോട് ചോദിച്ചു, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ചാകുന്നത് എന്റെ മകൻ തന്നെയാ പടച്ചവന്. അല്ലാഹു പറഞ്ഞ മറുപടി, നൂഹേ വലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബമല്ല നൂഹേ. സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തന്നെയാണ്. എന്നിട്ടും അല്ലാഹു ആദർശം വേറെയായപ്പോ, വിശ്വാസം വേറെയായപ്പോ അല്ലാഹു പറഞ്ഞു വിട്ടേക്ക് നൂഹേ, അവൻ നിന്റെ കുടുംബക്കാരനല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അത് പടച്ചവനെ നിങ്ങൾ മുറുകെ പിടിക്കണേ, അത് പരമ്പരകൾക്ക് പകർന്നു കൊടുക്കണേ. അല്ലാഹുവിന്റെ ദീൻ നിങ്ങളുടെ മക്കൾക്ക് പരിചയപ്പെടുത്തു കൊടുക്കൂ. ആരാണ് ഔലിയാക്കന്മാർ? ആരാണ്? അല്ലാഹുവിന്റെ ഒരു ആരിഫിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരുമിച്ച് കൂടിയത് ആർക്കാണ്? സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ലല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയത്. കളിയാക്കുന്നവര് കളിയാക്കട്ടെ, ട്രോളണ്ടവര് ട്രോളട്ടെ. പെങ്ങളെ ഉറച്ചു നിൽക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ അറിവ് ആദർശമായിരുന്നു, ദീനായിരുന്നു. മക്കളെ തോന്നുന്നത് പോലെ നടക്കരുത്, ദീന് പറയുന്നത് പോലെ വേണം ജീവിക്കാൻ, ദീന് മുറുകെ പിടിച്ച് വേണം ജീവിക്കാൻ. അങ്ങനെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചാലേ നിങ്ങൾക്ക് നല്ല മരണം അല്ലാഹു തരൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ നിന്റെ ദീൻ മുറുകെ പിടിച്ചിട്ട് ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മനസ്സിന്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് വരും. ഇതിന് കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അകത്ത് കിടക്കണൊക്കെ പുറത്തു വരും. എന്തിനാ വെറുതെ? അല്ലാഹു നമുക്കൊക്കെ നല്ലത് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം 12 മക്കളെ വളർത്തിയ വാപ്പയാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പ്രത്യേകത, യാക്കൂബ് നബിയുടെ 11ാമത്തെ മകനാണ് യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടി. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകൻ ഒരു ദിവസം രാവിലെ വാപ്പാനെ കാണാൻ വന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് വരിക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് എന്ന് പറയുന്ന മകൻ വാപ്പാന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് വാപ്പയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ കുട്ടി ഒരു ദിവസം വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുഅയാക അലാ, അതാ പരിശുദ്ധമായ ഖുർആൻ പറയാ, യൂസുഫ് എന്ന് പറയുന്ന ആ മകൻ ഒരു ദിവസം വാപ്പാടെ ചാരത്ത് കടന്നു വന്നു. എന്നിട്ട് ഉപ്പാനോട് പറയുകയാണ്, ഇദ് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ والشمس والقمر رأيتهم لي ساجدين. യാക്കൂബ് നബി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്ത് 11ാമത്തെ ചെറിയ മകന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ വാപ്പയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. നല്ലതുപോലെ പിതാക്കന്മാര് കേൾക്കണം, എന്റെ ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണം. യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ അടുക്കൽ ചെറിയ മകൻ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. അന്താരാഷ്ട്ര കാര്യമല്ല പറയുന്നത്, ഒരു സാധാരണ തന്റെ മകൻ കണ്ട ഒരു സ്വപ്നമാണ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് എന്ത് ചെയ്തെന്നറിയോ? തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ പൊന്നുമകൻ കണ്ട സ്വപ്നമെന്താ? യാക്കൂബ് എന്ന് പറയുന്ന പിതാവ്, ആ പിതാവിന്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് ഇവിടെ. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ ആ വാപ്പയ്ക്കൊരു യോഗ്യതയുണ്ട്. ആ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം വരെ വാപ്പാന്റെ അടുത്ത് വന്ന് പറയാനുള്ള മനസ്സ് യൂസുഫിനുണ്ടായിരുന്നു. അത് കേൾക്കാനുള്ള മനസ്സ് യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് സാധാരണ ഒരാളല്ല. 12 മക്കളുടെ വാപ്പയാ, ഒരു പ്രവാചകനാ. എത്ര തിരക്കുണ്ടാകും ഒരു നബിക്ക്. ഒരു നബിയുടെ തിരക്ക് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് ഒരു പ്രവാചകന്റെ തിരക്ക് എന്ന് പറയുന്നത്. ആ തിരക്കു പിടിച്ച പ്രവാചകന് തന്റെ മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാനും കേൾക്കാനും മറുപടി പറയാനും സമയമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, നമ്മള് ഇന്നത്തെ വാപ്പായിക്ക് മക്കളുടെ ഏറ്റവും വലിയ പരാതി ഉപ്പ എന്നോട് സംസാരിക്കില്ല എന്നുള്ളതാ. ഇന്നത്തെ ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളുടെ ഒന്നാമത്തെ പരാതി വാപ്പയും മിണ്ടൂല, ഉമ്മയും മിണ്ടൂല. സ്വന്തം മക്കളുടെ സങ്കടം കേൾക്കാൻ പോലും വാപ്പായ്ക്ക് സമയമില്ല. പണം ഉണ്ടാക്കണം, കച്ചവടം നടത്തണം, നാട്ടുകാരെ നന്നാക്കണം, പള്ളിയിലെ ഇമാമിന്റെ തെറ്റ് നോക്കണം, വേറെ ആരുടെ ഇല്ല. സ്വന്തം മോന്റെ കാര്യം നോക്കാൻ സമയമില്ല. വാപ്പയ്ക്ക് നാട് നന്നാക്കണം. എടോ, സ്വന്തം മകൻ, നാട്ടുകാരുടെ അല്ല, നിന്റെ മോനാ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മകൻ, അവന് പറയാനുള്ളത് എന്താന്ന് കേൾക്കാൻ നിനക്ക് സമയമില്ല. തിരക്ക്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം പോലും കേൾക്കാൻ സമയമില്ല. ഇതൊരു സ്വപ്നത്തിന്റെ കഥയാ. അവന്റെ ജീവിതത്തിലെ വിലപ്പെട്ട കാര്യം പോലും വാപ്പാന്ന് പറഞ്ഞ പടച്ചവനെ മക്കളെടുത്ത് മിണ്ടിക്കടിഞ്ഞ എന്തോ അത്ഭുതം, എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്ന പോലെ. ഹിറ്റ്ലറെ പോലെയാ വാപ്പ നടക്കണേ. ആരോടും മിണ്ടത്തില്ല, മക്കളോട് മിണ്ടാറില്ല, മകന്റെ മുഖത്ത് നോക്കിക്കിട്ടൊന്ന് ചിരിക്കുക പോലുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, ഉമ്മയ്ക്ക് ഫോൺ താഴെ വെക്കണ്ടേ, നാട്ടുകാരുടെ കഥകൾ മുഴുവനും കേൾക്കണ്ടേ, വല്ലവരുടെയൊക്കെ കാര്യങ്ങൾ തീർക്കണ്ടേ. ഈ 15-കാരിയുടെ മനസ്സിന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമില്ലല്ലോ. നീ കല്യാണത്തിന് പോകുമ്പോ പോലും മോളെ കൊണ്ടുപോകത്തില്ല. ഈ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞതാ, ഉസ്താദേ, എന്റെ ഉമ്മ ഒരു സ്ഥലത്ത് പോകുമ്പോഴും എന്നെ കൊണ്ടുപോകാറില്ല, ഒരൊറ്റ ഫംഗ്ഷനിൽ പോലും കൊണ്ടുപോകാറില്ല. കാരണം എന്തേ? ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിന് നാണക്കേടല്ലേ. 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ഇവൾ ഇന്ന് 22-കാരിയെ പോലെ നടക്കണേ. പെണ്ണുങ്ങൾക്ക് നാണക്കേടാ. സ്വന്തം മകളെ കൂടെ കൊണ്ടുപോയാൽ ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് അറിയുന്നത് മാനക്കേടായി കാണുന്നു. എടാ, ഇന്ന് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ, മകളും ഉമ്മായും കൂടെ പോകുമ്പോ ഇത് മകളാണോന്ന് വെച്ചാൽ നാണക്കേടാ, ആ സ്ഥാനത്ത് അനിയത്തിയാണോന്ന് വെച്ചാൽ വലിയ സന്തോഷവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം മകളും ഉമ്മായും കൂടെ പോകുമ്പോ ചുമ്മാതെ ഒന്ന് ചോദിച്ചു വെക്കേ, അനിയത്തി, എന്റെ മോള് അനിയത്തി, അങ്ങനെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പിന്നെ ആരുടെ കാര്യം? നീ നിന്റെ മോന്റെ കാര്യം കേൾക്കണം, അവന്റെ സങ്കടം കേൾക്കണം. അല്ലാതെ നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കാൻ പാടുള്ളൂ. അത് പണ്ടത്തെ കാലമൊക്കെ മാറി.
കാലമൊക്കെ മാറി. പണ്ട് വീടിനിങ്ങനെ നീ ആയിരുന്നു വീട്ടിലെല്ലാം, അതുകൊണ്ട് നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കൂ. ഇന്ന് അങ്ങനല്ല. ആ കുട്ടികൾക്കും അവകാശമുണ്ട് പറയാൻ. അവരുടെ അവകാശം കൂടെ കേൾക്ക്. നല്ലതാണെങ്കിൽ കേട്ടാ മതിയല്ലോ. എടാ, നിന്റെ മകന് പഠിക്കണം, അവൻ എന്തു പഠിക്കണം, അത് ചോദിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്, അത് പറയാനുള്ള അവകാശം അവനുമുണ്ട്. വാപ്പ, എനിക്ക് ഇന്നത് പഠിക്കണം, അവന്റെ ആഗ്രഹം കേൾക്ക്. ഒരു പെണ്ണിന്റെ കല്യാണം വരുന്നു, അവളോട് ചോദിക്കുക അവളുടെ അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കളെ കൂടെ പരിഗണിക്കണം. ഞാനിപ്പോ എന്റെ മകനോട് ചോദിച്ചു, എന്താടാ നിന്റെ ആഗ്രഹം? എന്റെ മകനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? അവൻ പറഞ്ഞു, ഉപ്പ, എനിക്ക് പോലീസുകാരനാവണം. വെടി കൊണ്ടതുപോലെ വിചാരിയിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താന്ന്? ഒരുത്തം പറഞ്ഞു, എനിക്ക് ഒന്നാമത്. ഒരുത്തം പറഞ്ഞു പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം? എനിക്ക് പൈലറ്റ് ആകണം പാപ്പ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തവനോട് ചോദിക്കാൻ നിന്നില്ല. ഈ രണ്ടും നടക്കുമോ ഇല്ലയോ എന്നല്ല. എന്റെ മക്കൾ അത് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായി. വേണ്ട എന്ന് പറഞ്ഞില്ല. ഞാൻ ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോലീസോ പൈലറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ വാപ്പായ്ക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഹാഫിളീങ്ങളാകണം. വാപ്പാടെ ആഗ്രഹം ഹാഫിൾ ആയി കഴിഞ്ഞ് നീ ആര് വേണമെങ്കിലും ആയിക്കോ, വേണ്ട ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ആലിമ ഹാഫിളാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിക്കണം. അള്ളാഹു എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരാമി പറ, അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അത് പറഞ്ഞപ്പോ അവൻ മനസ്സിലാക്കാൻ തയ്യാറായി, അവൻ പഠിക്കാൻ പോയി. നമ്മൾ നമ്മളുടെ മക്കളുടെ അഭിപ്രായം തെറ്റാണോ പറയുന്നത്, അവന് തിരുത്തി കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. മക്കളുടെ അഭിപ്രായം ചോദിക്കണം. അത് ചരിത്രങ്ങൾ പഠിപ്പിച്ചങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന് പറയുന്ന 11 വയസ്സുകാരനെ അറക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയ ചരിത്രം അറിയല്ലോ. അറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഉപ്പച്ചി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടടാ, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? ഇവിടെ 25കാരനോട് ചോദിക്കത്തില്ല. ആ 11 വയസ്സിന് താഴെ പ്രായമുള്ള മകനോട് ചോദിച്ചു, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? മകൻ എന്താ പറഞ്ഞത്? പാപ്പാ, ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറഞ്ഞ എന്താന്ന് വെച്ചാൽ അനുസരിച്ചേക്കാൻ. അതാ മക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ മകളോട് സംസാരിക്കുക. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെങ്കിൽ നീ അവളുടെ മുമ്പിൽ ഒന്ന് ഇരിക്കണം. നിന്റെ മകളോട് നീ സംസാരിക്ക്. നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. അവസാനം വല്ലയിടത്തും പോയി പെട്ടുപോയതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മക്കളുടെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയം ഉണ്ടാകണം. നാട്ടുകാരെ വിട്ടേരെ, തൊഴിലുറപ്പ് പണിയൊക്കെ വിട്ടേരെ, അതൊക്കെ വിട്. അതൊക്കെ വേറെ ആൾക്കാർ നോക്കിക്കൊള്ളും. നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ കുടുംബം നോക്ക്. നിന്റെ നാട് പിന്നെ നന്നാക്കാം. ആദ്യം കുടുംബം നന്നാക്ക്. ആദ്യം നമുക്ക് നന്നാകാം. ഇവൻ നാട് നന്നാക്കാൻ നടക്കാം. പെണ്ണുമ്പോൾ ഒരു കൊലത്ത്, മക്കളൊരു കൊലത്ത്. എന്ത് നാട് നന്നാക്കാൻ? ആദ്യം നമ്മൾ നന്നാകണം. എന്നിട്ട് വേണം മക്കളെയും കുടുംബത്തെയും നന്നാക്കാൻ. എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. സിറാജ് പെണ്ണുമ്പിള്ളയും മക്കളെയും പെണ്ണുമ്പിള്ളയും തിരിഞ്ഞു നോക്കാതെ വാഴ് പറഞ്ഞ് നിങ്ങളെ നന്നാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, ആദ്യം ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാകണം. ആദ്യം ഞാൻ നന്നാകണം. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു ഒരു ആമീൻ പറയടോ. ഞാൻ എങ്ങാനും നന്നായാലോ അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പയ്ക്ക് സമയമുണ്ടാകണം തന്റെ മക്കള് പറയുന്നത് കേൾക്കാൻ. അത് അവിടെ തന്നെ ഏകദേശം പ്രശ്നങ്ങൾ കഴിയും. തന്റെ മക്കളുടെ സങ്കടം കേൾക്കാൻ ഉമ്മയ്ക്ക് സമയമുണ്ടാകണം. യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് സമയമുണ്ടായിരുന്നു. തന്റെ പൊന്നാര മകനെ വിളിച്ചെടുത്തിരുത്തി കെട്ടി യാക്കൂബ് നബി ചോദിച്ചു, മോനെ, എന്ത് സ്വപ്നമാണ് നീ കണ്ടത്? ആ സമയത്ത് യൂസുഫ് പറഞ്ഞു കൊടുത്തു, വാപ്പാ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു വാപ്പാ. അവിടെന്ന് തന്റെ പൊന്നാര മകൻ അവിടെന്ന് സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, ഇത് സാധാരണ ഒരു സ്വപ്നമല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന് തന്റെ പൊന്നാര മകനെ കുറിച്ച് മനസ്സിലാവുകയാണ്. പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുവോ? قال يا بني لا تقصص رؤياك على إخوتك فيكيد لك كيدا إن الشيطان للإنسان عدو مبين. നല്ലതുപോലെ കേൾക്കണേ പെങ്ങന്മാര്. അതാ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ 11ാമത്തെ മകൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഇന്നലെ രാത്രി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബിക്ക് മനസ്സിലായി ഇവന് സാധാരണ ഒരു പയ്യനല്ലെന്ന്. പടച്ചവനെ മനസ്സിലായപ്പോ ആ പിതാവ് പറഞ്ഞു കൊടുത്ത മറുപടിയാണടോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പഠിക്കേണ്ടത്.
നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു, മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. വാപ്പ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പിതാവിന്റെ അടുക്കൽ തന്റെ പൊന്നാര മകൻ പോയി പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു കൊടുത്ത ഒരു മറുപടി, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പ പറഞ്ഞു കൊടുത്തു, മോനെ, ഈ സ്വപ്നം കണ്ട കാര്യം നീ നാട്ടുകാരോട് പറയരുത്, അയൽവാസികളോട് പറയരുത്, കൂട്ടുകാരോട് പറയരുത് എന്നല്ല പറഞ്ഞ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു, ഇത് നിന്റെ സഹോദരങ്ങളോട് പോലും പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. യാക്കൂബ് നബി തന്റെ മകന് കൊടുത്ത ഉപദേശം, നീ നിന്റെ കാക്കാമാരെടുത്ത് പോലും പോയിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് നീ പറയരുത്, നീ മറച്ചു വെക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. പഠിച്ചു വെച്ചോ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. അത് സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും. കാരണം എന്തേ കൂടപ്പുറപ്പ് നന്നാകുന്നത് കൂടപ്പുറപ്പിന് ഇഷ്ടമല്ല. നിനക്ക് കൂടോത്രം ചെയ്തു വെച്ചതാരാ? നിന്റെ കൂടപ്പുറപ്പ് തന്നെയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഒരുത്തൻ നന്നാകുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമല്ല. സ്വന്തം സഹോദരിക്ക് എന്നെക്കാളും നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സിഹിർ ചെയ്യുന്നവരെ നമുക്കറിയാം, അനുഭവിക്കുന്നില്ലേ പലരും. ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്, മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം. കാരണം എപ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയില്ല. ഇബ്ലീസ് എവിടെ കയറുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്ക്. എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കലല്ലോ, ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കലല്ലോ. യാക്കൂബ് നബി തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, യൂസുഫേ, നീ ഒരാളോടും ഇതിനെ കുറിച്ച് പറയരുത്. യൂസുഫ് ആരോടും പറഞ്ഞില്ല, യൂസുഫ് ആരോടും പറഞ്ഞില്ല. പക്ഷെ യൂസുഫിനോട് വാപ്പായ്ക്ക് സ്നേഹം കൂടി. മറ്റുള്ള മക്കളോട് ഉള്ളതിനേക്കാൾ സ്നേഹം യൂസുഫിനോട് കൂടി. എപ്പോഴും യൂസുഫുമായിട്ട് വല്ലാത്ത ഒരു ബന്ധം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് യാക്കൂബ് നബിക്ക് വല്ലാത്ത സ്നേഹമായി. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഒരിക്കലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. പടച്ചവനെ, എന്നും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നത് മാതാപിതാക്കളാണോ? ഒരു ഉദാഹരണം പറയട്ടെ. പടച്ചവനെ, വാപ്പ പറയുകയാ, നീ നിന്റെ അനുജനെ കണ്ടുപഠിക്കടാ, നീ നിന്റെ അനിയത്തിയെ കണ്ടുപഠിക്ക്, എടാ നിന്റെ സഹോദരനെ കണ്ടുപഠിക്ക്. അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല നിലയിലായി, നല്ല ജോലിയായി, നല്ല ജീവിതമായി. നീ മന്ദബുദ്ധിയെ പോലെ നടക്കുകയാണല്ലോടാ. പടച്ചവനെ, വാപ്പയാണ് ഒരാളെന്ന് കാണിച്ചിട്ട് മറ്റൊരാളോട് പറയുന്നത് അവൻ മാത്രം നല്ലവൻ, ഞാൻ മോശക്കാരനാണെന്ന് പറയുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം വരും പെങ്ങള്, മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം വരും പെങ്ങള്. ഒരാളോട് മാത്രം സ്നേഹം കാണിക്കരുത്. മക്കൾക്കിടയിൽ ഒരു വിഷയത്തിനും വേർതിരിവ് പാടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അതാ ഒരു കുഞ്ഞോടി വരികയാണ്, ഒരാൺകുട്ടി ഓടി വരികയാണ്. പടച്ചവനെ, പിതാവിന്റെ ചാരത്തേക്ക് ആ പൊന്നുമോനോടി വന്നു. വാപ്പയവനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ലടോ. അതാ കുറച്ചു സമയം കഴിഞ്ഞു, ആ മനുഷ്യന്റെ പെൺകുട്ടി വരികയാണ്, ആ മനുഷ്യന്റെ സ്വന്തം മകള് വരികയാണ്. ആ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, എന്റെ മകളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു താഴെയിരുത്തുകയാ, എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു താഴെയിരുത്തുകയാ. നബി തങ്ങളുടെ മുഖം ചുമന്നടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. എന്തേ നബിയേ, എന്തേ നബിയേ, എന്തനീതിയാണ് കാണിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ മകനെ നീ മടിയിലിരുത്തി, നിന്റെ മകളെ നീ താഴെയിരുത്തി, ഇത് നീതിയല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പറയുമ്പോ പടച്ചവനെ സ്നേഹത്തിന്റെ വിഷയത്തിൽ പോലും വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഒരുത്തനോട് വല്ലാത്ത സ്നേഹം, പെൺകുട്ടികളോട് മാത്രം വല്ലാത്ത സ്നേഹം, ഉമ്മ ഇളയ മകനോട് മാത്രമല്ല സ്നേഹം കാണിക്കേണ്ടത്. എല്ലാം നിന്റെ മക്കളല്ലേ, എല്ലാം നിന്റെ മക്കളല്ലേ. വീട്ടിൽ എന്തു വന്നാലും ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് ഒന്നാമത്തെ കുട്ടിയാ. അവനാണ് എല്ലാ ചീത്തവിളിയും കേൾക്കുന്നത്, അവനാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്നത്. പെങ്ങളെ, സ്നേഹിക്കേണ്ടത് ഏറ്റവും ചെറിയ മകനെയല്ല, സ്നേഹിക്കേണ്ടത് ഒന്നാമത്തെ കുട്ടിയാണ്. അവനോടാണ് നീ കരുണ കാണിക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? വിവാഹം കഴിഞ്ഞു മക്കളില്ലാതെ ദുആ ചെയ്ത് നടന്നപ്പോ അല്ലാഹു ആദ്യമായിട്ട് നിനക്ക് തന്ന കൺമണിയാണ് അവൻ. അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു നിനക്ക്. ആദ്യമായിട്ട് കിട്ടിയ കുഞ്ഞായത് കാരണം വല്ലാതെ സ്നേഹം കൊടുത്ത് ലാളിച്ചാണ് നീ അവനെ വളർത്തിയത്. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോൾ അവനോടുള്ള സ്നേഹം കുറയുകയാണ്. മൂന്നാമതൊരാൾ വന്നപ്പോ നീ അവനെ പരിഗണിക്കുന്നില്ല. പെങ്ങളെ, നീതിയല്ലല്ലോ ഉമ്മ, എല്ലാം നിന്റെ മക്കളല്ലേ ഉമ്മ, വാപ്പാ എല്ലാം നിന്റെ മക്കളല്ലേ. എന്തിനാ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നത്? സ്നേഹത്തിന്റെ വിഷയത്തിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്, പരിഗണനയുടെ വിഷയത്തിൽ വേർതിരിവ് കാണിക്കുന്നുണ്ട്. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പം പോലും പടച്ചവനെ വേർതിരിവ് കാണിക്കുന്നവരുണ്ടല്ലോ ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് നുഅ്മാൻ ഇബ്നു ബശീർ എന്ന് പറയുന്ന പിതാവ് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാനിനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. കാരണം അവൻ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഇൽമു പഠിക്കുന്ന മകനാണ് നുഅ്മാൻ. അതുകൊണ്ട് വാപ്പയ്ക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട് ഞാൻ അവന് കൊടുക്കാമെന്ന് കരുതുന്നു നബിയേ. എന്റെ മകൻ ഇൽമു പഠിക്കുന്നവനാണല്ലോ, എന്റെ വീട് ഞാൻ അവന് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? നിനക്ക് പ്രായമാകുന്ന കാലത്ത് നുഅ്മാ മാത്രം മതിയോ? മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് ചുമക്കാനും നുഅ്മാ മാത്രം വന്നാ മതിയോ? വേറെ മക്കളൊന്നും വരണ്ട്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീതിയല്ല പെങ്ങള്. മക്കളിൽ ഒരാളോട് വേർതിരിവ് കാണിച്ചാൽ, ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും, നീ പറയുന്ന ന്യായം നിനക്കുണ്ടല്ലോ. അതൊന്നും ഒരു കാരണമല്ല പെങ്ങള്. പിതാവേ, ഒരിക്കലും അതൊരു കാരണമല്ല.